book exercise question number 4 page number 54. ചിത്രം ശ്രദ്ധിക്കുക. രണ്ട് സർക്കിൾ തന്നിട്ടുണ്ട് ഇവിടെ. A rod bent to an angle is placed with its corner at the center of a circle and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? ഒരു കമ്പി രണ്ടായി മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക? ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സർക്കിൾസ് കാണാം. രണ്ടിന്റെയും റേഡിയസ് ഡിഫറെന്റ് ആണ്. ഇത് ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന സർക്കിളാണ്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു റോഡ്, ഒരു കമ്പി വളച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ റോഡ് വളച്ചു വെച്ചപ്പോൾ ഈ സർക്കിളിന്റെ 1/10 പാർട്ട്, 10 ഭാഗം അതിനുള്ളിൽ പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളച്ചു വെച്ച അതേ കമ്പി എടുത്ത് വേറൊരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ ചേർത്ത് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ എത്ര ഭാഗമായിരിക്കും, ഈ സർക്കിളിന്റെ എത്ര ഭാഗമായിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1/10 പാർട്ടാണ് വന്നിരിക്കുന്നത് ഈ വലിയ സർക്കിളിന്റെ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? നമുക്കറിയാം, സെന്ററിന് ചുറ്റുമുള്ള ആംഗിൾസ് കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് വരിക. സോ 360 ഡിഗ്രിയുടെ 1/10 പാർട്ടാണ് ഈ ആംഗിൾ വരിക. ഓക്കെ, അപ്പോ ഒരു സർക്കിളിന്റെ 1/10 പാർട്ട് എത്രയായിരിക്കും? നമുക്കറിയാം, ദ ആംഗിൾ ഓഫ് 1/10 part of the circle is placed at the center is equal to total angle എത്രയാണ്? 360. 360യുടെ 1/10 എത്രയാ വരിക? 360യുടെ 10 വരുന്നത് 0 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 36 ഡിഗ്രി എന്ന് വരും. സോ ഈ റോഡ് ബെൻഡ് ചെയ്ത് വെച്ചപ്പോൾ ഏത് ആംഗിളിലാണ് അത് വെച്ചത്? 36 ഡിഗ്രിയിലാണ്. ഇതേ റോഡ് തന്നെ വേറൊരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ ചേർത്ത് വെക്കുന്നു. സോ ഈ ആംഗിളിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 36 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? അതായത് ഇത് ഈ കോഡ് നിർണയിച്ച ആംഗിളാണ്. സോ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും. എത്ര വരും? 72 ഡിഗ്രി വരും. അപ്പൊ ഇത് എത്രയാകണം എന്നാണ് കാണേണ്ടത്. 72 ഡിഗ്രി എന്ന് പറയുന്നത് 360യുടെ എത്ര ഭാഗമാണ് എന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ദ ആംഗിൾ if it is placed with its corner on another circle is 36 degree itself. ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാലും ആംഗിൾ എത്രയായിരിക്കും? 36 ഡിഗ്രി തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയാ വരിക? 72 ഡിഗ്രി. സോ ദ സെൻട്രൽ ആംഗിൾ ഈസ് 72 ഡിഗ്രി. കേന്ദ്രകോണം അപ്പോൾ 72 ഡിഗ്രിയാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടു 36 ഡിഗ്രി വന്നപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗമാണ് ഇതിനുള്ളിൽ പെട്ടത്. അപ്പൊ 72 ഡിഗ്രി വരുമ്പോൾ എത്ര ഭാഗമായിരിക്കും പെടുക? ഈ സെൻട്രൽ ആംഗിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ 36 ആയിരുന്നു, ഇവിടെ 72 ആയിരുന്നു. അതായത് 36ന്റെ ഡബിൾ ആണ് 72. സോ 1/10 ആണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാ വരേണ്ടത്? ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും? 2 ടൈംസ്. 36ന്റെ 2 ടൈംസ് ആണ് 72. സോ 1/10ന്റെ 2 ടൈംസ് ആയിരിക്കും. Okay, therefore part of the circle is equal to
2 into 1 by 10. That means 2 by 10. 2 by 10 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 1 by 5 പാർട്ട്. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് സെൻട്രൽ ആംഗിൾ കമ്പയർ ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതും? 36 എന്ന് പറയുന്നത് 360യുടെ 1 by 10 പാർട്ടാണ് 36. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 360യുടെ എത്ര പാർട്ടാണ് 72 എന്നാണ്. അതാണല്ലോ ചോദിച്ചത്. അപ്പൊ ഈ ഡാഷ് വരുന്ന സ്ഥാനത്ത് വരുന്ന നമ്പർ എത്രയായിരിക്കും എന്ന് അറിയണമെങ്കിൽ 360 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ 72 by 360. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1 by 5 എന്ന് കിട്ടും. ഈ രീതിയിലും ചെയ്യും. സോ ആൻസർ എത്രയാണ്? 1 by 5 പാർട്ട്. 5/1 ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 പേജ് നമ്പർ 54. ചിത്രം ശ്രദ്ധിക്കുക. In the picture, O is the center of the circle and ABC are points on it. Prove that angle OAC plus angle ABC is equal to 90 degree. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B, C അതിലെ ബിന്ദുക്കളുമാണ്. കോൺ OAC പ്ലസ് കോൺ ABC 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട ആംഗിൾസ് ആംഗിൾ OAC ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കണം. സോ ഈ ആംഗിൾ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. മേജർ പാർട്ടിൽ വരുന്ന ഈ ഒരു കോഡ് പരിഗണിച്ചാൽ ഒരു ആംഗിൾ ഒന്നുകിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാൻ ഈ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുന്നു. സോ എടുത്ത ആംഗിൾ ഏതാണ്? ABC. ലെറ്റ് ആംഗിൾ ABC is equal to x ഡിഗ്രി. സോ ഈ എക്സ് ഡിഗ്രി എന്നത് AC എന്ന കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ AC എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. സോ ഇത് എത്ര വരും? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 2x. ഇതിന്റെ ഇരട്ടിയാണ്, ഇതിന്റെ ഡബിൾ ആണ്. സോ ഇത് 2x വരും. Therefore ആംഗിൾ AOC എന്ന് പറയുന്നത് 2x ഡിഗ്രി വരും. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്. OCയും OAയും ഈക്വൽ ആണ്. കാരണം എന്താണ്? റേഡിയസ് ആണ്. സോ ഈ ട്രയാങ്കിൾ OCA ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ OCA ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. സെൻട്രൽ ആംഗിൾ 2x ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും കൂട്ടിയാൽ എത്ര വരണം? 180 നിന്ന് 2x കുറയ്ക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ആണല്ലോ. ആംഗിൾ O പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ A എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആംഗിൾ O 2x എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ C നമുക്കറിയില്ല, ആംഗിൾ Aയും നമുക്കറിയില്ല. That is equal to 180 ഡിഗ്രി. ആംഗിൾ സിയും ആംഗിൾ എയും കൂട്ടിയാൽ 180 ഡിഗ്രി മൈനസ് 2x ആണ് വരിക. ഇനി ആംഗിൾ സിന്റെയും ആംഗിൾ എയുടെയും പ്രത്യേകത എന്താണ്? അത് രണ്ടും ഈക്വൽ ആണ്. ബിക്കോസ് ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ സിയും എയും ഈക്വൽ ആണ്. നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എയിനെയാണ്. സോ സിക്ക് പകരം എനിക്ക് എന്തെഴുതാം? എ എന്ന് എഴുതാം. ആംഗിൾ എ, ഈ സിക്ക് പകരം ഞാൻ എ എഴുതുന്നു, കാരണം രണ്ടും ഈക്വൽ ആണ്. പ്ലസ് ഈ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം രണ്ടും ഒരേ അളവാണ് വരിക. ആംഗിൾ സിയും ആംഗിൾ എയും ഒരേ അളവാണ് വരിക. സോ 2 പ്രാവശ്യം ആംഗിൾ എ കൂട്ടിയാൽ 2 ടൈംസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 2x. സോ ആംഗിൾ എ എത്ര വരും? 180 minus 2x by 2. So 180 by 2 minus 2x by 2 എന്ന് എഴുതാം. കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഓക്കെ, ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. 180 by 2 എത്രയാണ്? 180ന്റെ പകുതി 90 മൈനസ് 2xന്റെ പകുതി x. 90 മൈനസ് x കിട്ടും. ആംഗിൾ എ. ആംഗിൾ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? OAC. ദാറ്റ് ഈസ് ആംഗിൾ OAC എന്ന് പറയുന്നത് 90 മൈനസ് എക്സ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC 90 എന്നാണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. Therefore ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC.
OAC നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 90 മൈനസ് എക്സ് എന്ന്. പ്ലസ് ആംഗിൾ ABC നമ്മൾ എടുത്തു. ആംഗിൾ ABC എന്താണ് എടുത്തത്? എക്സ്. അപ്പൊ നോക്കൂ, ഒരേ ആംഗിള് ഒന്ന് കുറയ്ക്കുന്നു കൂട്ടുന്നു. അപ്പോൾ അതിന്റെ ഫലത്തിൽ അത് 0 ആയിപ്പോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എത്രയാ വരിക? 90 ഡിഗ്രി. പ്രൂവ് ചെയ്തു. 90 എന്ന് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 7 പേജ് നമ്പർ 55. SSLC എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ച പ്രൂഫ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. ഈ ഒരു എക്സസൈസിൽ ഈ പേജ് നമ്പർ 55ലെ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾ 2-3 തവണ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചിത്രം നോക്കുക. ഇൻ ദ പിക്ചർ AB ആൻഡ് CD ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ chords ഓഫ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് ദ ആർക്സ് APC and BQD joined together would make half the circle. ചിത്രത്തിൽ ABCD ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. APC BQD എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും എന്ന് തെളിയിക്കും. ഇവിടെ നമുക്ക് 2 കോഡുകളുണ്ട്. ABയും CDയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതായത് പരസ്പരം ലംബങ്ങൾ 90 ഡിഗ്രി ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഇവിടുത്തെ ഈ ഒരു ആർക്ക് APC എന്ന ആർക്കും DQB ഓർ BQD ഈ ഒരു ആർക്കും കൂടെ, ഈ കാണുന്ന ആർക്കും ഇതും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കിൾ വരുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സെന്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ APC എന്ന ആർക്ക് സെന്ററുമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഭാഗം കിട്ടും, ഒരു സെക്ടർ കിട്ടും. അതേപോലെ DQB എന്ന ആർക്കും സെന്ററായിട്ട് ചേർത്ത് വെച്ചാൽ നമുക്കൊരു സെക്ടർ കിട്ടും. ഈ 2 സെക്ടേഴ്സും കൂട്ടി വെക്കുമ്പോൾ എന്ത് കിട്ടണം? സെമി സർക്കിൾ കിട്ടണം. ഒന്നൊരു ചെറിയ ഭാഗവും ഒന്നൊരു വലിയ ഭാഗവും. ഇത് APC, ഇത് DQB. ഇങ്ങനെ ആകട്ടെ എന്ന രീതിയിൽ കിട്ടണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടിയാൽ മതി? 180 ഡിഗ്രി കിട്ടിയാൽ മതി. APCന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ X എന്ന് നമുക്ക് എടുക്കാം. DQBന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ Y എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? Xഉം Yയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? APC എന്ന ആർക്കിൽ വരുന്ന ആംഗിൾ, സെന്റർ ആംഗിളിനെ നമ്മൾ X എന്ന് എടുക്കുന്നു. DQB എന്ന ആർക്കിൽ വരുന്ന സെൻട്രൽ ആംഗിളിനെ Y ഡിഗ്രി എന്ന് എടുക്കുന്നു, ചിത്രത്തിൽ എടുക്കുന്നു. ഓക്കെ, സോ ടു ഷോ ആർക്ക് APC and arc BQD join together make half the circle. It is enough to show sum of central angles of these arcs is 180 degree. Okay, അപ്പോൾ നമുക്ക് എടുക്കാം. Let central angle of arc APC be x degree. ഓക്കെ, അപ്പൊ ഞാൻ APC എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ x ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ആർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കോഡുമായിട്ട് കണക്ട് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഈ സെന്ററിന് O എന്ന് കൊടുത്താൽ AOC ആണ് x ഡിഗ്രി. A ഇനിഷ്യൽ പോയിന്റും C ടെർമിനൽ പോയിന്റുമായിട്ട് വരുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഈ ആംഗിൾ ADC. എയും സിയുമാണ് ലെഗ് വരിക, ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും വരുന്നത്. ഇത് സെന്ററിലെ ആംഗിൾ ആണ്, ഇത് വൃത്തത്തിലെ ആംഗിൾ ആണ്. സോ സെന്ററിലെ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് വൃത്തത്തിൽ വരിക. സോ ഇത് x ആണെങ്കിൽ ഇത് എത്രയാ വരിക?
x/2 degree. അപ്പൊ നമുക്കിവിടെ എഴുതാം therefore ആംഗിൾ ADC എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുത്തിരുന്നു y. DQB എന്ന ആംഗിൾ സെന്ററിൽ ഉണ്ടാക്കുന്ന DQB എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് y ഡിഗ്രി എന്ന് പറഞ്ഞാൽ DB എന്ന കോഡ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. സോ ഈ DB എന്ന കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. അതായത് D ഇനിഷ്യൽ പോയിന്റും B ടെർമിനൽ പോയിന്റുമായിട്ട് വരുന്ന ഏതെങ്കിലും ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ടോ? DAB ആണല്ലോ ഈ ആംഗിൾ. ഇത് y ആണെങ്കിൽ ഇത് എത്രയാ വരിക? y/2. മനസ്സിലായോ? അപ്പൊ നമ്മൾ അടുത്തെടുക്കുന്നു. ലെറ്റ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് DQB or BQD be y ഡിഗ്രി. അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന 90 ഡിഗ്രി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം, E എന്നെങ്ങാനും കൊടുക്കാം. സോ നമുക്കിവിടെ AED എന്ന ട്രയാങ്കിൾ വരുന്നുണ്ട്. ആ ട്രയാങ്കിളിൽ ഒരാംഗിൾ നമ്മൾ ആർക്ക് APC എടുത്തപ്പോൾ x സെൻട്രൽ ആംഗിൾ എടുത്തു, അപ്പൊ ഈ ആംഗിൾ x/2 കിട്ടി. രണ്ടാമത് തന്നിരിക്കുന്ന ആർക്ക് BQDയിലെ സെൻട്രൽ ആംഗിൾ y എടുക്കുമ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? y/2 എന്ന് കിട്ടും. Therefore ആംഗിൾ DAB ഇത്രയും. ഓക്കെ, DAB is equal to y/2 ഡിഗ്രി. ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. അപ്പൊ എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഓരോന്നും നോക്കുക. x വന്നു, ഇത് x/2 എടുത്തു, y വന്നു, ഇത് y/2 എടുത്തു. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ, ഒരു കുഞ്ഞു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, AED. സോ E എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ബിക്കോസ് നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് കോഡുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ആ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? AB ആൻഡ് CD ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. പരസ്പര ലംബമാണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. Therefore ആംഗിൾ AED is equal to 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ AEDയിലെ 3 ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Thus in triangle AED, ട്രയാങ്കിൾ AEDയിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്രയാ കിട്ടേണ്ടത്? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ഇയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എ ചിത്രത്തിൽ നോക്കി, ആംഗിൾ എ എത്രയാണെന്ന് നോക്കൂ, y/2. ഓക്കെ, പ്ലസ് ആംഗിൾ ഇ എത്രയാണ്? 90 ആണ്. ആംഗിൾ ഡി എത്രയാണ്? x/2. ഇതാണ് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഞാൻ എക്സിന്റെ വൈന്റെ ടേംസ് മാത്രം ലെഫ്റ്റ് സൈഡ് വെക്കാണ്. ആദ്യം എക്സിന്റെ ടേം എഴുതുന്നു, സോ x/2. അത് കഴിഞ്ഞ് ഞാൻ വൈന്റെ ടേം എഴുതുന്നു, പ്ലസ് y/2. എന്നിട്ട് ഈ 90നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ 180 ഡിഗ്രിയിൽ നിന്ന് പ്ലസ് 90 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 90 ആകും. അപ്പൊ നമുക്ക് x/2 പ്ലസ് y/2 എന്ത് വരും? 180ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ 90 കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസും ആഡ് ചെയ്യുന്നു. രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതാം. ന്യൂമറേറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്യുക. സോ x പ്ലസ് y/2 എന്ന് ഇതിനെ എഴുതാം. അത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ x പ്ലസ് y എത്ര കിട്ടും? 90 ഇൻറ്റു 2. ഇവിടെ ഡിവൈഡ് ചെയ്ത് 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ നമുക്ക് x പ്ലസ് y 180 ഡിഗ്രി എന്ന് കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മളത് പ്രൂവ് ചെയ്തു. ദസ് ഇനി ആ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. ദസ് ദ ആർക്സ് APC ആൻഡ് BQD join together make half the circle. Textbook exercise question number 8 page number 55. ചിത്രം ശ്രദ്ധിക്കുക. ഇതും ഇതിനു മുമ്പ് SSLCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. In the picture, A, B, C, D are points on a circle centered at O. The lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle
which the small arc AB makes at O is the sum of the angles it makes at P and Q. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായ വൃത്തത്തിലാണ്. എ സി ബി ഡി എന്നീ വരകൾ നീട്ടിയത് പിയിൽ കൂട്ടിമുട്ടുന്നു. എ ഡി ബി സി എന്നീ വരകൾ ക്യൂവിൽ മുറിച്ചു കടക്കുന്നു. എ ബി എന്ന ചെറിയ ചാപം ഓയിൽ ഉണ്ടാക്കുന്ന കോൺ പിയിലും ക്യൂയിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമുക്കിവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഓ സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സർക്കിളിലെ 4 പോയിന്റ്സ് ആണ് എ ബി സി ഡി. എ സി എന്ന കോഡ് ഉണ്ട് നമുക്ക്. അതേപോലെ ബി ഡി എന്ന കോഡ് ഉണ്ട്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വരച്ചപ്പോൾ ഈ 2 കോഡുകളും പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടി. അതേപോലെ എയിനെ ഡിയുമായിട്ടും ബിയിനെ സിയുമായിട്ടും ജോയിൻ ചെയ്തപ്പോൾ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് ക്യൂ എന്ന് പേര് കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നത് ക്യൂ എന്ന ആംഗിളും പി എന്ന ആംഗിളും കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് എഴുതാം. വി ഹാവ് ടു പ്രൂവ്. നമുക്ക് തെളിയിക്കണം. എന്താ തെളിയിക്കേണ്ടത്? ആംഗിൾ എയോ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് സെന്ററിലുള്ള ഈ ആംഗിളിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ലെറ്റ് ആംഗിൾ എയോ ബി ബി എക്സ് ഡിഗ്രി. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. ഇത് ഞാൻ എക്സ് ഡിഗ്രി എന്ന് എടുത്തു. അപ്പൊ എയോ ബി എന്ന് പറഞ്ഞാൽ എ ഇനീഷ്യൽ പോയിന്റും ബി ടെർമിനൽ പോയിന്റുമാണ്. അപ്പൊ സെന്ററിലുള്ള ആംഗിൾ ആണ് നമ്മൾ എഴുതിയത്. എപ്പോഴും നമ്മൾ അത് തന്നെ ചെയ്യാണ്. സെന്ററിലെ ആംഗിൾ കിട്ടിയാൽ സർക്കിളിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കും. സോ ഇതേ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമായിട്ട് സർക്കിളില് ആംഗിൾസ് ഉണ്ടോ? നിങ്ങൾക്ക് കാണാം. ഈ ആംഗിളിന്റെ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും എയും ബിയുമാണ്. അതേപോലെ ഈ ആംഗിളിന്റെയും ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും എയും ബിയുമാണ്. സോ ഇത് എക്സ് ആണെങ്കിൽ ഈ 2 ആംഗിൾസും എത്ര വീതമായിരിക്കും? അതിന്റെ പകുതി x/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എഴുതാം. Therefore, ആംഗിൾ എ സി ബി is equal to ആംഗിൾ എ ഡി ബി. ഇത് രണ്ടും ആംഗിൾസിന്റെ സെയിം സെഗ്മെന്റ് ആണ്, ഒരേ സെഗ്മെന്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ടാണ് തുല്യമായത്. അതെന്താണ്? x/2 ഡിഗ്രി കിട്ടും. ഓക്കെ, നമുക്കിനി പിയിലേക്ക് എത്തണം. അപ്പൊ ഇവിടം വരെ നമ്മൾ എത്തി. ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ എത്തി. ഇനി നിങ്ങൾക്ക് ഈ ആംഗിൾ എത്രയാന്ന് പറയാൻ കഴിയുമോ? ഇത് മൊത്തം കൂട്ടിയാൽ 180 ആണ് വരേണ്ടത്. ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡികൾ. അപ്പൊ ഇത് x/2 ആണെങ്കിൽ ഇത് എത്രയാ വരിക? 180 മൈനസ് x/2. അതേപോലെ ഇത് x/2 ആണെങ്കിൽ ഇതും ലീനിയർ പെയർ ആണ്. ഇതും എത്രയാണ് വരിക? 180 മൈനസ് x/2. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. Therefore, ആംഗിൾ, നമുക്ക് ഈ ആംഗിളിനെ എങ്ങനെ വിളിക്കാം? പി സി ക്യൂ എന്ന് വിളിക്കാം. ആംഗിൾ പി സി ക്യൂ ഇസ് ഈക്വൽ ടു ഇതോ പി ഡി ക്യൂ. ആംഗിൾ പി ഡി ക്യൂ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആയത്. ഓക്കെ, പി ഡി ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് x/2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടം വരെ എക്സിനെ കൊണ്ടുവന്നു. ഇനി പിന്നെയും ക്യൂവിനെയും കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ പിയും ഡിയും ക്യൂവും സിയും ജോയിൻ ചെയ്തിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് ആ ഒരു ക്വാഡ്രിലാറ്ററലിനെ കൺസിഡർ ചെയ്യാം. Consider quadrilateral ചതുർഭുജം, quadrilateral CPDQ. എങ്ങനെ വേണമെങ്കിലും പേര് പറയാം, അതൊന്നും വിഷയമല്ല. CPDQ. ഓക്കെ, ഇനി ഈ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിലെ 4 ആംഗിൾസും കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. സോ ആ 4 ആംഗിൾസും എഴുതാം. ആംഗിൾ സി പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി നമുക്ക് അറിയാവുന്ന ആംഗിൾസ് എഴുതാം. ആംഗിൾ സി നമുക്കറിയാം എത്രയാ? 180 മൈനസ് x/2. ആംഗിൾ പി എത്രയാന്ന് അറിയില്ല. സോ ആംഗിൾ പി എന്ന് തന്നെ എഴുതാം. ആംഗിൾ ഡി അറിയാം എത്രയാ? 180 മൈനസ് x/2. ആംഗിൾ ക്യൂ നമുക്കറിയില്ല. സോ ആംഗിൾ ക്യൂ എന്ന് തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡില് 360 ഡിഗ്രി. ഓക്കെ, ഇനി
180യും 180 പ്ലസ് 180. ഓക്കെ, 180 കൂട്ടിയാൽ എത്രയാണ്? 360 ഡിഗ്രി. ഇനി ഇവിടെ -x/2 ഉണ്ട്, അത് എഴുതി. അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഒരു -x/2 ഉണ്ട്, അതും എഴുതി. ബാക്കി നമുക്കുള്ളത് പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് പിയും ക്യൂ ആണ് എത്തേണ്ടത്. അത് നമ്മൾ രണ്ടും ഒരുമിച്ച് എഴുതി, ഇതിനെ ജസ്റ്റ് മാറ്റി എഴുതി 360. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ മാത്രം ലെഫ്റ്റ് സൈഡ് വെക്കുക, ബാക്കിയുള്ള ടേമിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ പിനെയും ആംഗിൾ ക്യൂവിനെയും മാത്രം വെക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് ഈ മൂന്നെണ്ണത്തിനെയും കൊണ്ടുവന്നു. സോ ഓൾറെഡി റൈറ്റ് സൈഡിൽ 360 ഡിഗ്രി ഉണ്ട്, അത് ആദ്യം എഴുതി. ഇവിടെയുള്ള ഈ 360 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -360 ആകും. -x/2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +x/2 ആകും. ഈ -x/2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +x/2 ആകും. 360യും 360 -360 0 ആയി. സോ നമുക്ക് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് x/2 പ്ലസ് x/2. ഇത് രണ്ടും ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആണ്, രണ്ട് തന്നെ. അപ്പൊ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യാം. x പ്ലസ് എക്സ് 2x. 2x/2, 2 2 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് x എന്ന് കിട്ടും. So we have got angle P plus angle Q is equal to x degree. That is angle P plus angle Q is x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? AOB. Angle AOB. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. So we have proved that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q.